ഈശോയ്ക്കും തിരുവനന്തപുരപ്പെട്ട രത്നത്തച്ഛ, സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രസിഡന്റ് പ്രതിനിധി, ഈ ദിവസം താഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ സ്മരണകൾ ഹൃദയത്തിലായി വർത്തിക്കൊണ്ട് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ സജീവമാണ്. ഓർമ്മകൾ നിലനിൽക്കുവാൻ കാരണം കുഞ്ഞച്ചൻ നിത്യതയോട് ബന്ധപ്പെട്ടാണ് ഭൂമിയിൽ ജീവിച്ചത്. നിത്യതയെക്കുറിച്ച് ചിന്തിച്ചാണ് ജീവിച്ചത്. സ്വർഗത്തിലേക്ക് നോക്കിയാണ് ജീവിച്ചത്. സ്വർഗത്തിൻ്റെ ശക്തിയാണ് ജീവിതത്തിൽ അനുഭവിച്ചത്. സ്വർഗശക്തി കൊണ്ടാണ് ബന്ധനങ്ങളിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് മോചനം നൽകുവാൻ ആ ജീവിതം സമർപ്പിച്ചത്. അത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി അദ്ദേഹം സ്വർഗത്തിൻ്റെ ശക്തി സ്വന്തം ഹൃദയത്തിൽ ആർജിച്ചെടുത്തു. ആ ശക്തിയിൽ നിറഞ്ഞ് സ്വർഗത്തിൻ്റെ അടയാളങ്ങൾ പ്രവർത്തിച്ച് അദ്ദേഹം നടന്നു നീങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ അത് സ്വർഗത്തിൻ്റെ ചൈതന്യമുയർത്തുന്ന ഉണർത്തുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എന്നും നമ്മിൽ കുടികൊള്ളും. ആ ഓർമ്മ ഹൃദയത്തിൽ അയവിറക്കിക്കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഈ പുണ്യാത്മാവിൻ്റെ സ്വർഗീയ ചൈതന്യം പകർന്നു കൊടുക്കുന്നതിനും അദ്ദേഹം നിലകൊണ്ട ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആ കാര്യം നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നമ്മുടെ DCMSന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശ്രമം ഏറ്റവും ശ്ലാഘനീയമാണ്. കാരണം വേറിട്ട് നിൽക്കുന്ന ഒരു പരിശ്രമമാണ്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി, താഴെക്കിടയിലുള്ളവർക്ക് വേണ്ടി. നമുക്കറിയാം, നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ വലിയൊരു ചിന്ത നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. നാം പഠിച്ചിട്ടുണ്ട്, താണവരും വ്യതീതരും മർദ്ദിതർ താനുമെങ്ങോ വസിപ്പതവിടത്തിൽ താവകാമണി തൃച്ചേവടികളെ താങ്ങിടുന്ന പൊൻപീഠം വിലസുന്നു. അതെ, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയാണെന്ന് കവി പറഞ്ഞു തരികയാണ്. അതെ, ഈശോ പഠിപ്പിച്ചതും അതുതന്നെയാണ്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ താൻ ആഗതനായിരിക്കുന്നു. അതെ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ താൻ കടന്നു വന്നിരിക്കുന്നു. ഈശോ ഈ ദൗത്യം നിർവഹിച്ചെങ്കിൽ ഈശോയുടെ പാതയിലൂടെ മുന്നേറിക്കൊണ്ട് ഈ ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുന്നതിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഈ പുണ്യാത്മാവിന്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ടും അദ്ദേഹത്തിന്റെ സ്വർഗത്തിന്റെ ശക്തിയും ചൈതന്യവും പ്രസരിപ്പിച്ചുകൊണ്ടും നാം നടത്തുന്ന ഈ വിളംബര യാഥ അത് നമുക്ക് നമ്മുടെ സമൂഹത്തിനും പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും മറ്റ് ബന്ധനങ്ങളിൽ കഴിയുന്നവർക്കും വലിയൊരു ആശ്വാസവും വലിയൊരു ശക്തിയും പകരുവാൻ കാരണമായി ഭവിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ ഞങ്ങൾക്ക് വലിയ ശക്തിയായി, സ്വർഗത്തിൻ്റെ ശക്തിയായി ഞങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് പറഞ്ഞു വിടുകയായിരുന്നു. സ്വർഗീയ ദൂതമായി കടന്നു വന്ന കുഞ്ഞച്ചൻ സ്വർഗത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതേ, പലതരത്തിലുള്ള ചങ്ങലകളിൽപ്പെട്ടവർക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. സ്വന്തം ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ചു. അദ്ദേഹം പ്രസംഗിക്കുകയല്ലായിരുന്നു, പ്രവർത്തിക്കുകയായിരുന്നു, സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. സ്വർഗത്തിന്റെ സ്നേഹം, സ്വർഗത്തിന്റെ ചൈതന്യം സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. സ്വർഗത്തിന്റെ ശക്തിയാൽ അനേകം അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സ്വർഗത്തിലേക്ക് മനുഷ്യരെ നയിച്ചു. അതേ, ഭൂമിയിൽ സ്വർഗം പണിയുവാൻ പരിശ്രമിച്ച പുണ്യാത്മാവിന്റെ സ്മരണ ഉണർത്തിക്കൊണ്ട് നടത്തുന്ന ഈ വിളംബര ജാഥ അത് വലിയൊരു അനുഗ്രഹമാക്കി മാറ്റുവാൻ അങ്ങയുടെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും, ഇത് നയിക്കുന്നവരെയും അവിടുന്ന് തന്റെ തൃക്കരങ്ങൾ ഉയർത്തി കൃപാപൂർവം ആശീർവദിക്കുവാൻ തിരുവുള്ളമാകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ശക്തിയും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ യാത്ര അവിടുന്ന് വിജയപ്രദമാക്കി തീർക്കട്ടെ. ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക്